Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഷാംറോക്ക് ആണെങ്കിൽ അവളെ തടയും. ഇനിയും അവനെ വെറുതെ തല്ലിച്ചതച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് മറ്റെന്തെങ്കിലും ടാറ്റിക്സ് നോക്കാം. അവൻ ചെറുപ്പം മുതലേ ഇങ്ങനെ റിബലായിട്ടാണ് വളർന്നു വന്നത്. മാത്രമല്ല അവന് ബുദ്ധിയില്ല. മാർഗം ഇതിനായിട്ട് കണ്ടെത്താന്ന് പറഞ്ഞ് ഇപ്പോ അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ലോക്കിക്കാണെങ്കിൽ അവന്റെ ബോഡിയിൽ ഇനി അടിയും ഇടിയും കിട്ടാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ലോക്കിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര തുളുമ്പി അവൻ അങ്ങനെ രക്തക്കളത്തിന് നടുവിലിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവന്റെ ജാടയ്ക്കും ഈഗോയ്ക്കും യാതൊരു കുറവുമില്ല. ലോക്കിയാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നിന്നെ കാണാൻ അവനെ പോലെ തന്നെയുണ്ട്. നീയും ആ റെഡ് ഹാറ്റ് പൈററ്റും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ കണക്ഷൻ ചോദിക്കും. അത് കേട്ട് ഉങ്കോയ്ക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവാണ്. നിനക്ക് കിട്ടിയൊന്നും പോരെ, ഇനിയും എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് നിനക്ക് വേണം. ലോക്കിയാണെങ്കിൽ ക്യാഷ്ലായിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ഒരു ഭാഗത്ത് വലിയൊരു പൈററ്റ് കിങ്, മറ്റൊരു ഭാഗത്ത് സെലസ്റ്റിയൽ ഡ്രാഗണ്. എന്തായാലും ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഷാങ്സിന്റെ ഈ ബ്രദർ ഷാംറോക്ക് അവൻ ഒരു സെലസ്റ്റിയൽ ഡ്രാഗണാണ്. നിങ്ങൾ വേൾഡിന്റെ രണ്ട് ഫേസ് പോലെയാണ്. ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ബ്രദേഴ്സ്, അവർ രണ്ടുപേര് രണ്ട് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നു. കുങ്കോ ആണെങ്കിൽ അവനെ ഇടിക്കാനായിട്ട് കൈ എങ്ങനെ നീട്ടും. അടുത്ത നിമിഷം ഷാംറോക്ക് ആണെങ്കിൽ ഇപ്പൊ ലോക്കിയോട് പറയും, നീ പറഞ്ഞ ഷാങ്സ് അവൻ എൻ്റെ ട്വിൻ ബ്രദർ തന്നെയാണ്. ഒരു ദിവസം അവൻ ആ ഹോളി വേൾഡിലേക്ക് വന്നതാണ്. അവന് സുഭിക്ഷമായി സുന്ദരമായി അവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടത് ഈ ലോവർ വേൾഡാണ്. ഈ വൃത്തികെട്ട ലോവർ വേൾഡിൽ ജീവിക്കാനാണ് അവൻ ഇഷ്ടം കാണിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് ഒരുപാട് എതിർപ്പുണ്ട്. ലോക്കിയാണെങ്കിൽ ഷാംറോക്ക് അവരുടെ സ്റ്റോറി പറയും തോറും അതങ്ങനെ ആകാംക്ഷയോടെ കേട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാവ്, ഈ സ്റ്റോറീസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചേട്ടനും അനിയനും രണ്ടുപേരും ഒരുപോലെ എന്നെ വെറുപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കാരണം എനിക്കിവിടെ മനസമാധാനത്തോടു കൂടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് ലോക്കിയാണെങ്കിൽ ചിരിക്കും. നിങ്ങൾ ചേട്ടനെ കുറിച്ചും അനിയനെ കുറിച്ചും ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഈ ചെയിൻ അത് അറുത്തു മാറ്റപ്പെടുന്ന ആ നിമിഷം നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ കൈകൊണ്ട് ഞാൻ തല്ലി കൊല്ലും. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല, എൻ്റെ പവർ എന്താണെന്ന് അറിയില്ല, അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയും. ലോക്കിയാണെങ്കിൽ അവന്റെ കൈ ചുരുട്ടി ചുറ്റും നോക്കും. ഷാംറോക്കും ടീമും കൊന്നുകളഞ്ഞ അവന്റെ ആ മോൺസ്റ്റർ മൃഗങ്ങളെ അവൻ നോക്കുകയാണ്. നിങ്ങൾ കൊന്നുകളഞ്ഞ എൻ്റെ ഈ മോൺസ്റ്റേഴ്സിനൊപ്പം തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞയക്കും. റോക്കാണെങ്കിൽ അത് കേട്ട് അവനെ നോക്കും, നീ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? പക്ഷെ ലോക്കിയാണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് ഷാംറോക്കിനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുങ്കോ ആണെങ്കിൽ ഷാംറോക്കിനോട് പറയും, നമ്മുടെ ഒരു അടിക്ക് അവനിനി ഇല്ല, സോ നമ്മൾ വെറുതെ അവനെ അടിച്ച് നമ്മുടെ കൈ ചീത്തയാക്കേണ്ട കാര്യമില്ല. അത് കേൾക്കുമ്പോൾ ഷാംറോക്കിനും കുങ്കോ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുകയാണ്. പക്ഷെ ലോക്കിയാണെങ്കിൽ നിർത്താതെ ഷാംറോക്കിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആളാണെങ്കിൽ ആളുടെ സ്വാഡ് അങ്ങനെ പുറത്തേക്ക് എടുക്കും. വലിയൊരു പവർ തന്നെ അപ്പൊ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. അത് കണ്ട് ഇപ്പൊ ലോക്കി ഒന്ന് ചെറുക്കാവും. അവൻ ആ സ്വാഡിലേക്ക് നോക്കും. ആ സ്വാഡിന്റെ അറ്റത്ത് 3 ചെന്നായ്ക്കളുടെ തല. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വൾനറബിൾ ആയിട്ടുള്ള ഒരു സ്വാഡ് അത് ഇതിനു മുൻപ് ലോക്കി കണ്ടിട്ടില്ല. ആ ചെന്നായ്ക്കളുടെ വായിലൂടെ ഇപ്പൊ 3 സ്വാഡുകൾ പുറത്തേക്ക് വരികയാണ്. ലോക്കിയാണെങ്കിൽ അതിശയത്തോടു കൂടെ അതിനെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോ ഷാംറോക്കിന്റെ കൂടെയുള്ള ആ പെണ്ണ് അവളാണെങ്കിൽ ഷാംറോക്കിനോട് പറയും, ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല, നമ്മുടെ പവർ ഓൾറെഡി ഇപ്പൊ എൽബോഫിലുള്ളവർ സെൻസ് ചെയ്ത് കാണും, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് അവൾ ഷാംറോക്കിനോട് പറയും. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് അവിടുന്ന് പോകാനുള്ള എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്കിയാണെങ്കിൽ ആ ചെന്നായ്ക്കളെ തന്നെ നോക്കും. ആ ചെന്നായ്ക്കളുടെ തല അതങ്ങനെ തനിയെ അടർന്ന് അവന്റെ നേർക്ക് വരും പോലെ അവന് തോന്നും. ഷാംറോക്ക് ആണെങ്കിൽ അവന്റെ സ്വാഡ് എടുത്ത് ഉറയിലിടും. ഷാംറോക്ക് ആണെങ്കിൽ ആ സ്വാഡ് തിരികെ വെച്ചതിന് ശേഷം ഇപ്പോ അവൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വിമാനം പോലുള്ള വസ്തുവിൽ അതിൽ കയറി നിൽക്കുകയാണ്. ലോക്കി ആണെങ്കിൽ നിർത്താതെ വിളിച്ചുകൊണ്ടേയിരിക്കും, എന്തു പറ്റി, നിങ്ങൾ പേടിച്ചു പോയോ, ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും എന്നെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ അവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപ് ഷാംറോക്ക് ആണെങ്കിൽ അവനോട് പറയും, നീയല്ലേ പറഞ്ഞത് നീ എന്നെ കൊല്ലുവെന്ന്, ധൈര്യം ഉണ്ടെങ്കിൽ ഈ ചെങ്ങല പൊട്ടിച്ച് നീ വാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, അങ്ങനെ നീ വരികയാണെങ്കിൽ നിന്നെ കൊല്ലുന്നത് എൻ്റെ കൈകൊണ്ട് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് അവരവിടുന്ന് കടന്നു പോവാണ്. ലോക്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാട്ടിൽ നിന്ന് എന്തോ വലിയൊരു ശബ്ദം അതവർ കേൾക്കുകയാണ്. ലോക്കിയാണെങ്കിൽ നൈസായിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. ഷാംറോക്കിന്റെ ആ 3 ചെന്നായ്ക്കളടങ്ങിയ കത്തികള് അതിപ്പോ കാട് മുഴുവൻ കറങ്ങി അങ്ങനെ അവന്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് ലോക്കി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഓ നോ, അതിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതും കൂടെ എന്റെ ദേഹത്തേക്ക് തുളച്ചു കയറാൻ പാടില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ലോക്കിയാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. അതങ്ങനെ അടുത്തേക്ക് വരെ ലോക്കിയുടെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി വരികയാണ്.
ലോക്കി ആണെങ്കിൽ ഇപ്പൊ ഷാംറോക്കിനെ വിളിച്ചലറും. പക്ഷെ അവനാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ ദൂരേക്ക് അങ്ങനെ പറന്നു പോവാണ്. ലോക്കി ആ ചെങ്ങല എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കും. പക്ഷെ അത് വളരെ ടൈറ്റാണ്, അനങ്ങുന്നില്ല. അവനാണെങ്കിൽ നിരങ്ങി നീങ്ങാനായിട്ട് ശ്രമിക്കും, അതും പരാജയപ്പെട്ടു പോവാണ്. അടുത്ത നിമിഷം അവൻ സെലസ്റ്റിയൽ ഡ്രാഗൺ എന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ആ ഒരു സ്വാഡുകൾ അങ്ങനെ അവന്റെ ബോഡിയിൽ വന്ന് കുത്തി ഇറങ്ങുകയാണ്. അവർ ആക്ച്വലി ഇവിടേക്ക് വന്നത് എൽബോഫ് എന്ന ഈ ഒരു വലിയ നാടിനെ ക്വാങ്ക്വയർ ചെയ്യാനാണ്. പക്ഷെ അതത്ര എളുപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഷാംറോക്കിനോട് ആ പെണ്ണ് ചോദിക്കും, നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ മറ്റെന്തോ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? അതിന് ഷാംറോക്ക് പറയും, നമുക്കതിന് ജയൻസിന്റെ കുഞ്ഞുങ്ങളെ ആവശ്യമാണ്. ഉടനെ ഷാംറോക്കിന്റെ കൂടെയുള്ള പെണ്ണാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയും. ഇവിടെ ലോക്കി ആണെങ്കിൽ ആ സ്വാഡൊക്കെ കുത്തിയിറങ്ങി വേദനയാൽ പൊളയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ അവിടേക്ക് വന്ന് അവനെ സേവ് ചെയ്യുന്നു കരുതിയ അവരിപ്പോഴിതൊന്നും അറിയാതെ ആ ക്യാസ്റ്റിൽ അങ്ങനെ ചുറ്റി നടന്ന് കാഴ്ചകൾ കാണുകയാണ്. ലൂഫിയും സോറോയും നാമി എല്ലാവരും ചേർന്ന് ഇപ്പോ അട്ടികൊണ്ട് ബോധം പോയി കിടന്നിരുന്ന ആ ജയൻസിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവരാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഷാങ്സ് ആണ് ഇവിടേക്ക് വന്നത്, അവനോടൊപ്പം മറ്റാരോ കൂടെ ഉണ്ടായിരുന്നു. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ഷോക്കാവും. ഇല്ല, ഒരിക്കലും ഇല്ല, ഷാങ്സ് ഒരിക്കലും ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല. അതിനവരാണെങ്കിൽ തീർത്തു പറയും, അതെ, ഞങ്ങൾ അവനെ കണ്ടതാണ്, അവന്റെ പാതി മുഖവും മുടിയും രൂപവും എല്ലാം ഷാങ്സിൻ്റെതുപോലെ തന്നെയായിരുന്നു, അത് ഷാങ്സ് തന്നെയാണെന്ന് അവരും അടുപ്പിച്ചു പറയും. അവർക്കും ഷാങ്സിന് ഷാങ്റോക്ക് എന്ന പേരുള്ള ഒരു ട്വിൻ ബ്രദറുള്ള കാര്യം അറിയില്ല. ലൂഫി ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും, എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോ ഷാങ്സിന്റെ വേഷത്തിൽ മറ്റാരെങ്കിലും ഇവിടേക്ക് വന്നതായിരിക്കും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഓൾറെഡി ഷാങ്സിന് ഒരുപാട് ശത്രുക്കളുണ്ട്, അവരിൽ ആരെങ്കിലും ഒപ്പിച്ച പണിയായിരിക്കും ഇതെന്ന് പറയും. അതിന് സോറോ പറയും, ഷാങ്സ് ഈ ഇടയ്ക്കല്ലേ ഇവിടെ നിന്ന് പോയത്, ചിലപ്പോ അവൻ തന്നെയായിരിക്കും ഇവിടേക്ക് തിരികെ വന്നിട്ടുണ്ടാവുക. ലൂഫിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഷാങ്സ് ഒരിക്കലും ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, നിങ്ങൾ പറയുന്നതൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷേ അത് ഷാങ്സ് ആയിരിക്കില്ല, അവന്റെ രൂപത്തിൽ ആരെങ്കിലും ഇവിടേക്ക് വന്നതായിരിക്കും. ഷാങ്സ് എപ്പോഴും മറ്റുള്ളവർ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവന് അധികാരമോഹമില്ല, ആരെയും ഭരിക്കാൻ അവൻ തയ്യാറാവില്ല. നാമിയാണെങ്കിൽ അത്ഭുതപ്പെട്ട് ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, നിനക്ക് അവന്റെ മേലെ അത്രയും വിശ്വാസമുണ്ടോ? അതിന് ലൂഫി പറയും, അത്രയുമല്ല, അതിനപ്പുറം വിശ്വാസം എനിക്ക് അവന്റെ മേലെയുണ്ട്. ഒരുപാട് കാലമായി, എന്റെ ചെറുപ്പം മുതലേ ഞാൻ അവനെ കാണുന്നതാണ്, എനിക്ക് ഷാങ്സിനെ നന്നായിട്ട് അറിയാം. ഉടനെ ജയൻസ് ആണെങ്കിൽ പരസ്പരം നോക്കും. ലൂഫി ഇത്രയും തറപ്പിച്ചു പറയുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഷാങ്സിന്റെ ബ്രദർ ആയിരിക്കോ? അങ്ങനെ ആരെങ്കിലും അവനുണ്ടോ? അത് കേട്ട് ഇപ്പൊ ലൂഫിക്കും സ്ട്രൈക്ക് ആവുകയാണ്. ഷാങ്സ് ഇതുവരെ അങ്ങനെ ഒരു ബ്രദറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അവന്റെ ഫാമിലി ആയിട്ട് അവൻ കരുതിയിരിക്കുന്നത് റോജറും റെയ്ലിയും ഒക്കെയാണ്. ഒരുപാട് വർഷങ്ങളായി അവൻ കടലിൽ തന്നെ അവന്റെ ടീംമേറ്റ്സിനോടൊപ്പമാണ് താമസിക്കുന്നത്. ഇൻ കേസ് അവനൊരു ബ്രദർ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറാനുള്ള ചാൻസ് ഒന്നുമില്ല. എങ്ങനെ പോയാലും അവൻ ഷാങ്സിന്റെ ബ്രദർ ആയിരിക്കില്ലേ? അങ്ങനെ ലൂഫി ആണെങ്കിൽ തിരിച്ചും മറിച്ചും ആലോചിക്കുന്ന അതേസമയം ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ദൂരത്തായിട്ട് ഒരു വെള്ളത്തലയൻ ക്യാപ്പൊക്കെ വെച്ച് ഇപ്പൊ ആ ക്യാസ്റ്റിൽ ലക്ഷ്യമാക്കി പതിയെ നടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.